വിഡ്ഢിയായി തുടരുക. ബന്ധങ്ങൾ നിലനിൽക്കും. തെറ്റിനെതിരെ ശബ്ദമുയർത്തുന്ന ദിവസം മുതൽ ബന്ധങ്ങളും തകരുന്നു. ഒരു വ്യക്തി തന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ സമ്മർദ്ദവും വിഷാദവും അസ്വസ്ഥതയും ഉണ്ടാകുന്നു. എല്ലാ സാഹചര്യങ്ങളിലും മനുഷ്യർ കൊയ്യേണ്ട വിളയാണ് കർമ്മം. അതുകൊണ്ട് എല്ലായ്പ്പോഴും ജീവിതത്തിൽ നല്ല വിത്തുകൾ പാകുക. നുണകളും വഞ്ചനകളും ഒഴിവുകഴിവുകളും നിങ്ങൾക്കൊരു പക്ഷേ സന്തോഷം നൽകും. എന്നാൽ ഭാവിയിൽ നിങ്ങൾ അതിനുള്ള വില നൽകേണ്ടി വരും. മാഞ്ഞു പോകാത്ത ഒരു ചെറുപുഞ്ചിരി എപ്പോഴും ചുണ്ടിൽ കരുതുക. മറ്റുള്ളവർ കരുതട്ടെ നിങ്ങളെപ്പോഴും സന്തോഷവാനാണെന്ന്. ഒറ്റയ്ക്ക് അതിജീവിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കുക. ചിലർ പെട്ടെന്ന് മാറുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നാളെ നിങ്ങൾക്ക് ആരുമല്ലാതായേക്കാം. അതുതന്നെയാണ് യഥാർത്ഥ ജീവിതവും. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പമുള്ള ഒരേ ഒരു വ്യക്തി അത് നിങ്ങൾ തന്നെയാണ്. പക്വത എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക എന്നതാണ്. വാക്കുകൾക്കും അതിൻ്റെതായ രുചിയുണ്ട്. ആരോടെങ്കിലും സംസാരിക്കുന്നതിനു മുൻപ് അത് സ്വയം രുചിച്ചു നോക്കൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റൊരാൾക്ക് അത് ഇഷ്ടമാകും? ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ നമ്മൾ ഒറ്റപ്പെടണം. സ്നേഹത്തിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ അനാഥനാവണം. ജീവിതത്തിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ മരണത്തെ നേരിൽ കാണണം. വില കൽപ്പിക്കാത്തടത്തേക്ക് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. 1000 തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരത്തെയാണ്. എല്ലാവരെയും സ്നേഹിക്കുക. കുറച്ചുപേരെ വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്. എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല. നല്ല ഭാവിയെക്കുറിച്ച് ചിന്തയുള്ളവർ വർത്തമാനകാലത്തിന്റെ തന്റെ മോശം പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നു. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും വിലയുണ്ടാകില്ല. അത് സ്നേഹമായാലും കരുണയായാലും പരിഗണനയായാലും. ബന്ധങ്ങൾ 2 തരമാണ്. ഒന്ന് സ്നേഹം മാത്രം നൽകുന്നു, മറ്റൊന്ന് അനുഭവവും നൽകുന്നു. സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം തരുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലേക്കും കൊടുക്കുക. അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക. അടർത്തി മാറ്റുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് സമ്മാനിച്ചേക്കാം. ജീവിതത്തിൽ നിസാരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും മാനസികമായി തളർന്നുകൊണ്ട് മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നവരാണ് നമ്മളിൽ പലരും. ദേഷ്യപ്പെടാതെ കോപിച്ചവനെ കീഴടക്കുക. ദുഷ്ടനെ നന്മയാൽ കീഴടക്കുക. പിശുക്കനെ ഔദാര്യം കൊണ്ടും കള്ളം പറയുന്നവനെ സത്യം പറഞ്ഞുകൊണ്ടും ജയിക്കുക. തകർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ടാകും. പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാകൂ. അത് വിജയിക്കണമെന്ന വാശി തന്നെയാണ്. വിജയമെന്നത് യാദർച്ഛികമല്ല. കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും അതിനെല്ലാം ഉപരി ചെയ്യുന്നതിനോടുള്ള സ്നേഹവുമാണ്. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അനാവശ്യമായ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. സ്വയം അംഗീകരിക്കുക. സ്വയം ബഹുമാനിക്കുക. സ്വയം സ്നേഹിക്കുക. കാരണം നിങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഇവിടെ മറ്റാരുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.